Sir. Yes, come in. എന്താ വിശേഷം? കണ്ണു നോക്കിയാ. ആ, ഇതൊന്ന് വായിക്കൂ. എ ഇത് എൻ ഇത് എം. എനിക്കല്ല, പിന്നെ ഈ കുട്ടിക്ക്. എന്നാ പിന്നെ നേരത്തെ എഴുന്നള്ളിച്ചൂടായിരുന്നോ? ആ, ഇങ്ങോട്ട് മാറ്റിയിരുത്തൂ. ഏത് കണ്ണിനാ അസുഖം? രണ്ട് കണ്ണിനും അസുഖ. ഓഹോ. ഇതൊന്ന് വായിക്കൂ. ആ, ഇത് അല്ല, എം. ഇത് തന്നോട് ചോദിച്ചില്ല. കണ്ണ് കണ്ടൂടാ. ഓഹോ, അശേഷം കണ്ടൂടെ? എന്നാ ഇതൊന്ന് വായിക്കൂ. അയ്യോ സാറേ, രണ്ട് കണ്ണും കണ്ടൂടാ. അവ്യക്തമായിട്ട് എന്തെങ്കിലും കാണാമോ? കുറച്ചെങ്കിലും. മാറിക്കൊള്ളു. ഞാൻ കുട്ടിയോട് ചോദിച്ചത്. ഒന്നും കണ്ടൂടാ, എപ്പോഴും ഇരുട്ടാ. വെരി ഗുഡ്. കാശ് കുറച്ച് ചെലവാവും. ഈ സൂക്കേടിന്റെ പേരാണ്. അല്ല, അത് നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ലേ, ഒരു ചെറിയ ഓപ്പറേഷൻ കൊണ്ട് ഭേദാക്കാവുന്ന സൂക്കേടേ ഉള്ളൂ. പക്ഷെ കുറച്ച് കാശ് ചെലവാവും. 10-50 രൂപയാവോ? 50 രൂപ വളരെ കൂടുതലല്ലേ? 5000 രൂപ വേണം. 5000 രൂപയ്ക്ക് എന്തൊക്കെ വാങ്ങിച്ചു തിന്നാ? പലതും വാങ്ങി തിന്നാം, പക്ഷെ കണ്ണിങ്ങനെ തന്നെ ഇരിക്കും. അതെ, കുറയോ എന്താ കാശ്? ഇതെന്തോടോ മലക്കറി വെക്കണ കടയോ? 5000 രൂപയിൽ ഒരു നയാ പൈസ കുറയില്ല. കാശ് കയ്യിലുണ്ടാവുമ്പോ പെണ്ണെ കൊണ്ടുപോവാ, കണ്ണി ഞാൻ ശരിപ്പെടുത്താൻ നയിക്കാം. ഇപ്പൊ കൊണ്ടുപോകും. രാവിലെ ഓരോരുത്തർ വന്ന് കേറിക്കൊള്ളാം. വെക്കണോ? കാശില്ല. രാവിലെ തന്നെ കാശില്ല, കാശില്ല. ആ ബേയ് രാജാ ബേയ്. 2 വെച്ച 4 കിട്ടും, 4 വെച്ച. ഇന്ന് എന്റെ കയ്യിൽ നിന്ന് മുഴുവൻ കാശ് ഞാൻ തിരിച്ചു വാങ്ങും. നീയോ? എന്താ ബഹുമാനില്ലാതെ? 5 പൈസയോ? നീ ഒരു കാര്യം ചെയ്യും, നേരെ പോയി കപ്പലണ്ടി വാങ്ങിച്ചു. പോ. 50 രൂപയുണ്ട്. 50 വെച്ചാൽ 100 രൂപ. അകത്ത് വെച്ചാൽ 100 രൂപ. നീ ഇത് എവിടുന്ന് മോഷിച്ചെടുത്തതാ? അപ്പം നിന്ന പോലെ. ഏതായാലും തന്റെ അത്ര വലിയ കളനല്ല ഞാൻ. എന്നാ കുത്ത്. 50 രൂപ. പ്രാർത്ഥിച്ച് എരി കുത്ത്. 50 രൂപ കമ്പനിക്ക്. പറ്റില്ല, കൊള്ള കരികൊള്ള മര്യാദ കാശ. നീ തിരുമാറ്റി കുട്ടിയെ ഞാൻ കണ്ടതാ. കളിച്ചു വെച്ചിട്ട് കള്ളക്കളിയുണ്ടോ? അതൊക്കെ പള്ളി പറഞ്ഞ എന്റെ കാശ് തരാനാ പറഞ്ഞ. ഞാൻ വേർത്തുണ്ടാക്കിയതാ. നീ ഉന്തിയല്ലടാ. എടാ, ഞാനും വേർക്കുന്നുണ്ടടാ. നീ പറയുന്ന കേട്ടാ വിചാരിക്കും നിന്റെ കൈ ഞാൻ തട്ടി പറിച്ചാണ്. കാശാടാ. പോലീസ് പിടിപ്പിക്കണോ? ഇവൻ കള്ളക്കളി കാണിച്ച് എന്റെ കയ്യിൽ നിന്നുള്ള കാശ് മേടിച്ചു. ഞാൻ ഒരു ഓപ്പറേഷൻ വേണ്ടി വെച്ചിരുന്ന. എന്റെ കയ്യിൽ കത്തിട്ടായിരുന്നില്ല, നിന്നെ ഓപ്പറേഷൻ ചെയ്ത് കാണിച്ചു. നിന്നെ എനിക്ക് എവിടെയെങ്കിലും വെച്ച് കിട്ടൂടാ. അച്ഛനെ കണ്ടു പറ, അവൻ നിന്റെ കാശ് വാങ്ങിച്ചു. ഏതച്ചു?
ആ വെട്ടുവത്തി വെച്ചുവേ അവൻ ഇവന് 2 അടി കൊടുത്ത് നിന്റെ കാശ് നിനക്ക് വാങ്ങിച്ചു തരും. അച്ഛനെ കൊണ്ട് നിന്നെ എടുപ്പിക്കടാ. നോക്കിക്കോ. അച്ചു കുടിച്ചാൽ കാശ് കറക്റ്റായിട്ട് തരില്ല. കാശ് ചോദിക്കുന്നത് അച്ചുവിന് ഇഷ്ടമല്ല. അച്ചുവിന് ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ അച്ചു തല്ലും. അച്ചു തല്ലിയാൽ നീ ചത്തുപോകും. മനസ്സിലായോടാ? കുടിച്ചിട്ട് വല്ലവരുടെ മേത്താ പറയുന്നത്? എന്തൊരു കൂടിയാടാ ഇത്? അച്ചു എന്ന് പറയുന്ന ഒരുത്തുണ്ടോ ഇവിടെ? അവനാരാ? എന്താ? ഇടിക്കണം. അച്ചുവിനെ ഇടിക്കണോ? അച്ചുവിനെ കൊണ്ട് ഇടിപ്പിക്കണം. നിർബന്ധമാണോ? ആ നിർബന്ധ. പിടിച്ചോ. കുറച്ചു നാളായി കൈയൊന്നിറങ്ങി. നിങ്ങൾ എന്തിനാ എന്നെ ഇടിക്കുന്നത്? എനിക്ക് അച്ചുവിനെ കാണണം. എന്നാ വൃത്തിയായിട്ട് കണ്ടോ. താനാണോ അച്ചു? എന്നാ എന്റെ കൂടെ ഒന്ന് വന്നേ. എനിക്ക് തോന്നുന്നു താൻ കുമാരന്റെ കയ്യിൽ നിന്ന് എന്റെ കാശ് വാങ്ങിച്ചു തരുമോ? എന്നെ താനെന്ന് വിളിക്കാൻ ഞാൻ ആരാടാ? നിന്റെ തന്തയോ? എനിക്ക് ദേഷ്യം വരും. എനിക്ക് ദേഷ്യം വരും. അയ്യോ ചന്ദന കുട്ട, അയ്യോ ചോര വരുന്നു. മോൻ കരണ്ടേ? മോന് ചാരായം വേണം? വേണ്ട. നിന്റെ തന്തന കൊണ്ടേ കുടിപ്പിക്കണം. എനിക്ക് വേണ്ട. നിന്റെ ഇടിയോണ്ട് ഞാൻ കവന്നുപ്പ്. നിന്നെ കൊണ്ട് ചോര കഴുതേ കുടിയടാ. തുപ്പിയിട്ടുണ്ടെങ്കിലേ ഇടിച്ചിട്ട് നിന്റെ ഹാർജം പാപ്പടം പോലെയാക്കും. കുടിയടാ കുടി കുടി കഴുതേ. എടാ ഞാൻ എപ്പോഴാ പറഞ്ഞ കാക്കാത്തിയമ്മ എന്റെ മേല് തോന്നുന്നു. ആര് കേൾക്കാനാ? അവര് വെറുതെ വഴക്കിനോ? ഞാനേ നിനക്ക് പുട്ട് വാങ്ങിച്ചുതരാം. വാ വാ. ഏതായാലും ഞാൻ വിചാരിച്ചതുപോലെ നീ അത്ര മൊണ്ണയൊന്നുമല്ല. എടാ എന്നാലും നീ ആ അച്ചുവിനെ അടിച്ച് പപ്പടം പോലെ ആയിക്കളഞ്ഞല്ലോ. എന്നെ ഇടിച്ചിട്ടല്ലേ? എത്ര പ്രാവശ്യം പറഞ്ഞു എന്നെ ഇടിക്കില്ലെന്ന്? എന്നാലും ആ കാശ് കിട്ടിയില്ലല്ലോ കാക്കാത്തിയമ്മ. എന്തിനാണ് നിനക്ക് ഇപ്പൊ ആ കാശ്? വിശക്കുന്നെങ്കിൽ ഞാൻ നിനക്ക് ആഹാരം മേടിച്ചു തരാം. അതല്ല കാക്കാത്തിയമ്മ, ഞാന് ഒരു ഓപ്പറേഷന് വേണ്ടി വെച്ചിരുന്ന. ഓപ്പറേഷനോ? നിനക്കോ? എനിക്കല്ല, പിന്നെ വേറൊരാൾക്ക്. അതാരാ ഈ വേറൊരാള്? കാക്കാത്തിയമ്മ ആരെങ്കിലും പറയും. ഞാൻ ആരോടും പറയില്ല. പറയും. പറയില്ലെന്ന് പറഞ്ഞില്ലേ? പറയത്തില്ലല്ലോ. ഇല്ല, പറയില്ല. ആ ചിക്കു ഇല്ലേ, പൂക്കാരിപ്പെണ്ണ്, അവളുടെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യാനാ. ചിക്കു പാവല്ലേ കാക്കാത്തിയമ്മേ? കൊള്ളാമല്ലോ നിന്റെ മനസ്സിലിരിപ്പ്. ഏതായാലും നിന്റെ മനസ്സ് നല്ലതാ, നിനക്ക് നല്ലതേ വരും. പക്ഷെ കാക്കാത്തിയമ്മേ, എങ്ങനെ ഇത്രയും കാശുണ്ടാക്ക? 5000 രൂപ വേണം അത്ര. ഒരു കൊരങ്ങൻ ഡോക്ടർ 5000 രൂപ കിട്ടിയാലേ അയാൾക്ക് ചാവുന്നിടം വരെ പൊട്ട് തിന്ന. അത് പോട്ടെ, നിനക്ക് എന്ത് ജോലി അറിയാം? ഞാന്
ഞാൻ കുറച്ചാള് ടാക്സിന്റെ കിളിയായിട്ട് നിന്ന് ഡ്രൈവിംഗ് പഠിച്ചു. അത് ശരി. പിന്നെ കണ്ണാടി കടയിൽ നിന്ന് ചില്ലിടാൻ പഠിച്ചു. പിന്നെ എന്തറിയാന്ന് ചോദിച്ചാല് പിന്നെ 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 ഒന്നും അറിഞ്ഞൂടാ. എന്താ കഴിക്കാൻ വേണ്ടേ? ശ്രീയേട്ടൻ എന്താ കഴിക്കുക വെച്ചാൽ അത് മതി എനിക്ക്. ഒരു മസാല ദോശയും ഒരു കാപ്പിയും ഇവിടെ എന്താ വില? 5 രൂപ. ഇപ്പൊ 2 മസാല ദോശയും കാപ്പിയും 11 രൂപ. ഒരു മസാല ദോശയും ഒരു കാപ്പിയും ഒരു ഗ്ലാസ് പച്ചവെള്ളവും ബില്ലും ബില്ല്. ശരി. എന്താ വേണ്ട സാർ? ഒരു 2 മസാല ദോശയും 2 കാപ്പി. ശാലിനിക്ക് വേറെ എന്തെങ്കിലും വേണം? വേണ്ട. വേണം. ആ വെയിറ്ററിന്റെയും ശ്രീയേട്ടന്റെയും ശബ്ദം എന്താ ഒരേപോലെ? അത് പിന്നെ എന്റെ കാറ് വർക്ക്ഷോപ്പിലായിപ്പോയി. അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കാറ് വരായിരുന്നു. ശ്രീയേട്ടാ, എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാൻ നമ്മുടെ ഏല വെച്ചതിന്റെ കാര്യം ആലോചിക്കായിരുന്നു. ഇന്ന് 5 ലോട്ട് അയക്കേണ്ട. കഴിച്ചോളൂ. കഴിക്കും. മസാല ദോശക്ക് ഭയങ്കര എരിവല്ലേ? അത്ര വലുതായിട്ടൊന്നുമില്ല. അപ്പൊ എന്റെ ദോശക്ക് മാത്രമാവും. അയ്യോ, കാപ്പിക്ക് ഭയങ്കര ചൂട്. ഒരു മസാല ദോശ കൂടെ പറയട്ടാ? വേണ്ട. അളിയൻ അന്ന് എന്നെ വിട്ടിട്ട് പോയി കളഞ്ഞല്ലേടാ അളിയ. ഞാൻ ഇപ്പൊ വന്നില്ലേ? ഇനി നീ പോവരുത്. നീ എന്നെ വിട്ട് പോവില്ലാന്ന് സത്യം ചെയ്യളിയാ. സത്യം. ഇനി ഞാൻ പോവില്ല. എനിക്കൊരു 5000 രൂപ വേണം. 5000 രൂപ. 5000 ആക്കി നിന്നളിയ. 50,000 രൂപ അളിയന് ഞാൻ തരും. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്റെ വീട്ടിലേക്ക്. അല്ലെ എന്റെ വീട്ടിലേക്ക് വാളിയാ. എന്റെ ജീവൻ രക്ഷിച്ച അളിയന് 5000 രൂപയ്ക്കാണ് അളിയ. കേരള അളിയന്റെ സ്വന്തം കാറിലോട്ട് കയറാം. വീടാണല്ലയ അളിയ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അളിയ ഒന്നും വിഷമിക്കരുത്. ഇത് മുഴുവൻ അളിയെന്നുള്ളതാണല്ലയ. അളിയ ഇത് അളിയ. അളിയ, അളിയൻ എത്ര രൂപ വേണം? ഞാൻ ജീവിച്ചിരിക്കുമ്പോ രൂപയ്ക്കാണോ അളിയ ക്ഷാമം? അളിയൻ ധൈര്യമായിട്ട് ഇവിടെ ഞാൻ കൊണ്ടുവരാം. ഇത് മുഴുവൻ നിനക്കുള്ളതാണ്. നീ എടുത്തോളിയാ. ഈ ഉപകാരത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയാം. നന്ദി ഒന്നും വേണ്ടല്ലേ. രാത്രിയാണ് പണവുമായിട്ട് പോകുന്നത്. സൂക്ഷിക്കണം. എന്നാ ഇതുകൂടെ വെച്ചോ. വഴി കാണുന്നവരെല്ലാം തട്ടുകളിയാ. പക്ഷെ ഞാൻ മരിച്ച് പണിയെടുത്തെങ്കിലും ഈ രൂപ മടക്കി തരും. വേണ്ടല്ലേ. അല്ലെങ്കിൽ ധൈര്യമായിട്ട് പോ.
ഈ പണം എനിക്ക് തിരിച്ചു തരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ തോക്ക് കൊണ്ട് വെടിവെച്ച് മരിക്കും. അയ്യോ വേണ്ട, അളിയൻ പണം മാത്രം കൊണ്ടുപോയാൽ മതി. അളിയന്റെ സ്വഭാവത്തിന് തോക്ക് കൊണ്ടുപോണ്ട. പോളിയാ പോളിയാ, അളിയൻ ധൈര്യമായിട്ട് പോയിട്ട് വാ അളിയാ, പോയിട്ട് വാ. ഇല്ല, കാശ് കാശ് എന്റെ കാശ് അയ്യോ കള്ളൻ കള്ളൻ ഓടി വരണേ ഗോപാല. അല്ല. ഓടി വായേ, ഓടി വാ കള്ളൻ. അയ്യോ അയ്യോ പോന്നല്ലോ, ഓടി വാ ഓടി വാ. ചേട്ടാ ചിക്കു ചിക്കു ചിക്കു, ആരാ? ഞാൻ അസൈക്കൂട്ടൻ. എന്താ ശ്രീയേട്ട രാത്രിയില്? ഇതാ ഡോക്ടർ കൊടുക്കാനുള്ള 5000 രൂപ. എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകാനുണ്ട്. 4-5 ദിവസം കഴിഞ്ഞ് വരും. ചിക്കു ഈ പണമായിട്ട് ഡോക്ടറെ കാണണം. ശ്രീയേട്ട ഞാൻ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഞാൻ പറ്റേ. ഞാൻ പണം കൊടുത്തു എന്നാണ് ഇപ്പം പറയുന്നത്. നിനക്ക് പണം തരാൻ ഞാനാരാ? നിന്റെ മച്ചമ്പിയോ അളിയനോ? അതോ ഞാൻ ഇവിടെ ധർമ്മശാല നടത്തുന്നു? വഴിയെ പോകുന്ന തെണ്ടുകൾക്കൊക്കെ ധർമ്മം കൊടുക്കാൻ. ഇവൻ ഇതിനു മുമ്പ് ഇവിടെ കയറി മോഷ്ടിക്കാൻ നോക്കിയിട്ടുണ്ട്. അന്ന് ഞങ്ങൾ തടഞ്ഞപ്പോ പൊട്ടം കളിച്ച് രക്ഷപ്പെട്ടു. നിങ്ങൾ കള്ളം പറയരുത്. നിങ്ങളല്ലേ എനിക്ക് 5000 രൂപ എന്ന്. സാറേ, ഇയാള് കള്ളു കുടിച്ച് പറയുന്നൊന്നും ബോധം വീഴുമ്പോ ഓർമ്മ ഉണ്ടാവില്ല. നിന്റെ തന്തയ്ക്കാണോ ബോധക്കേട്? എന്റെ തൊണ്ടയ്ക്ക് പറഞ്ഞ കൊല്ലും ഞാൻ. കണ്ടോ 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 കണ്ടോ, ഇതുപോലെയാണ് ഇന്നലെ രാത്രിയില് എന്റെ തലക്കടിച്ചിട്ട് കാശ് കൊണ്ടുപോയത്. അയ്യോ, ഞാൻ അടിച്ചില്ല, അവന്മാരാ അടിച്ചത്. അപ്പൊ നിന്റെ കൂടെ വേറെ ആൾക്കാരും ഉണ്ടായിരുന്നു അല്ലേ? അവര് വേറെ വന്നതാ, അവരാ കള്ളന്മാര്. ഇവൻ ആ കള്ളന് കഞ്ഞി വെച്ചത്. ഞാൻ ആർക്കും കഞ്ഞിയും ചോറൊന്നും വെച്ചിട്ടില്ല. ഇയാൾ എന്തൊക്കെ കളവാ പറയുന്നത്? ദൈവമേ, ഇയാളുടെ തല ഇടുത്തി വീഴണേ. എന്നിട്ട് ആ കാശ് എവിടെ? കാശ് കാശ് എവിടെയെന്ന്? കാശ് കളഞ്ഞുപോയി. നീയൊക്കെ എന്തിനാടാ കക്കാൻ നടക്കുന്നത്? കാശുണ്ടാക്കാൻ പറ്റുന്ന പാടിനെ പറ്റി വല്ല ചിന്തയുണ്ടായിരുന്നെങ്കിൽ നീ ആ പണം കൊണ്ട് കളയുമായിരുന്നോടാ. നീ മര്യാദയ്ക്ക് കാശ് എവിടെയെന്ന് പറയുന്നു അതോ? ഞാൻ പറയില്ല. ഇവൻ കള്ളനാണെന്ന് വ്യക്തമായില്ലേ? ആദ്യം പറഞ്ഞു തന്നതാണെന്ന്, അതെ. ഇപ്പൊ പറയുന്നു കളഞ്ഞതാണെന്ന്. ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നു ഇവിടെ ഉണ്ടെന്ന് പറയൂല. നീ പറയില്ല അല്ലടാ? ഞാൻ പറയില്ല. നിന്നെ കൊണ്ട് പറയിപ്പിക്കാമെന്ന് നോക്കട്ടെ. നടക്ക്.